சிங்கம் வேட்டையாடும் போது காடே செழிப்பா இருக்குமா, அப்பது பசியோடு இருக்கும் போது காடும் பட்னி கிடக்கணும். ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ നമ്മളെ പുതിയതായി കിട്ടിയ നമ്മളൊരു പ്ലെയർ ഉണ്ട്, നമ്മളെ സെർജീനോ. നമ്മളെ ബെനാൽറ്റിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആള് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ആൾ ബാൾ കൺട്രോൾ 90, ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പീഡൊക്കെ ഉണ്ട്. സ്പീഡ് 96 കാണിക്കുന്നുണ്ട്, സെലക്ഷൻ 90 കാണിക്കുന്നുണ്ട്, കിക്കിംഗ് ബാർ 98, സ്റ്റാമിന ഉണ്ട് 90. അപ്പോൾ ടെക്നിക്കൽ പിന്നെ അതേമാതിരി എബിലിറ്റിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബൂസ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇയാളെ വെച്ചിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ്. നമ്മൾ ഒപ്പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയറിനെ വെച്ചിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് നോക്കി നോക്കാം. എങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ പ്ലെയറിനെ പറ്റിയിട്ടും പിന്നെ വീഡിയോ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അത് മെയിനായിട്ട് ക്രോസും കാര്യങ്ങളാണ് ആൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോക്കോവിച്ച്, മോൺട്രിച്ച്, ഡിലൈറ്റ്, കാർലോസ്, സെർജീനോ. സെർജീനോക്ക് വളർത്തിയില്ല. ഇപ്പം നമ്മൾ ബെക്കംബറെ കൊണ്ടൊരു ബാക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മോൺട്രിച്ച്, വീണ്ടും കാർലോസ്, സെർജീനോ. ഞാനൊന്നൊരു ബോൾ കിട്ടിയിട്ടില്ല. വീണ്ടും മെസ്സി, വിങ്ങിലൂടെ മെസ്സിൻ്റെ റണ്ണാണ്. എംബാപ്പെ, വീണ്ടും മോൺട്രിച്ച്. സെർജീനോക്ക് നല്ലൊരു ബോൾ കിട്ടിയിട്ടുണ്ട്. സെർജീനോ അപ്പൊ ഒരു ഗോളാണോ? അപ്പോൾ എങ്ങനെയൊക്കെ വന്ന് ഓൺ ഗോൾ ഇട്ടിട്ടുണ്ട്. സെർജീനോന്റെ നല്ല റണ്ണായിരുന്നു. വീണ്ടും സ്റ്റോക്കോവിച്ചിന്റെ ഫസ്റ്റും ഷോട്ടാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ സൗണ്ടിലും കാര്യങ്ങളും കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. മാക്സിമം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീണ്ടും സെർജീനോ കളിച്ചിട്ടുണ്ട്. മൈക്ലോവൻ അടുത്ത് നേരെ വന്ന ഒരു ക്രോസ് എടുക്കാൻ ഒരു പാസ് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളെ ഒപ്പോണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഡിഫൻസിന് പേവായി. ഡിഫൻസ് ഒന്ന് കയറി കളിച്ചു. സ്റ്റോയിക്കോവിച്ച്, സ്നൈഡർ, മോൺട്രിച്ച്, സ്റ്റോക്കോവിച്ച്, ഓവനൊരു ചാൻസ് കിട്ടിയിരുന്നു, പക്ഷെ മിസ്സായി. ഒപ്പോണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബെല്ലിംഗാം, ഗോൾ കീപ്പർ മുന്നിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട്. വീണ്ടും സ്റ്റോക്കോവിച്ച്, സെർജീനൊക്കെ ഒരു പാസ് കൊടുക്കാനായിട്ടുള്ളല്ലേടാ. സെർജീനോ ചെയ്യാനായിട്ടുള്ള ആളെ. പാസ് കുറച്ച് സ്ലോ ആയ മാതിരി ആയിരിക്കണു. വീണ്ടും മറഡോണ, പോസ്റ്റുമ തട്ടി. വീണ്ടും മറഡോണ. ലൈനാണ്. ലൈനിൽ നിന്നാണ് നമ്മളെ ഡിലീറ്റ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഓവന്റെ നല്ല റണ്ണാണ്. ഓവൻ സ്കോർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഗോള്.
എംബാപ്പെ ആരാണ് മനസ്സിലായി. നെയ്മറിന്റെ നല്ല ഷോട്ടാണ്. സെർജീനോ അവിടെ ഒന്ന് ഇടപെട്ടിട്ടുണ്ട്. സ്നൈഡർ പാസ് കൊടുക്കാൻ പാടെ. അപ്പോ സ്റ്റോക്കോവിച്ചിന്റെ ഒരു ഷോട്ടാണ്, പക്ഷെ കീപ്പർ സേവ് ചെയ്തു. സാറില്ല. സെർജീനോ ക്രോസ് കൊടുക്കാൻ അയച്ചില്ല, ക്രോസ് കൊടുത്തു. മോൺട്രിച്ച്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. 2-1 നമ്മൾ ജയിച്ചിട്ടാണ്. നമ്മള് സെർജീനൊക്കെ നല്ലൊരു ക്രോസ് എടുക്കാൻ ഒരു ഗോളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു മാച്ചിനും കളിച്ചു നോക്കാം. ക്രോസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ക്രോസ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ ഇതുണ്ട്, പക്ഷെ അങ്ങനെ ക്രോസും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്രോസ് കൊടുക്കാൻ നല്ല ചാൻസ് കിട്ടുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഇത് യമാല്, സ്നൈഡർ, ഓവൻ, പിന്നെ സ്നൈഡർ, യമാല്, മോൺട്രിച്ച്. പിന്നെ മിസ്സായി. ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. സെർജിനോ റോബോട്ടോ കാർലോസ്, സ്നൈഡർ. മിസ്സായി. ചങ്ങായിക്ക് ഒരു ക്രോസ് എടുക്കാനായിട്ടുള്ളത് മതി. സെർജിനോന്റെ ഒരു ക്രോസ്, പോസ്റ്റ് കട്ട. അപ്പൊ നമ്മള് സെർജിനെ കൊണ്ട് നല്ലൊരു ക്രോസ് ഇട്ടിട്ടുണ്ട്. ഇനി ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഹാളണ്ടിനെ മറക്കുക. ക്രോസ് ഒക്കെ കൊടുക്കുമ്പോൾ ഹെഡിന് ആൾ വേണം. പിന്നെ നെയ്മർ വേണോ? നെയ്മർ ഉണ്ടായിക്കോട്ടെ. ഇപ്പുറത്തെ ഡിംബലിനെ ഇറക്കാം. ഒപ്പോണന്റ് ചേഞ്ച് കാര്യങ്ങൾ വരുത്തിക്ക് നോക്കാം. എംബാപ്പനെ കിട്ടണം. ക്രോസൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളി ക്രോസാണ് വരുന്നുണ്ട്. ആളേക്കുന്ന ക്രോസിനോട് ചെയ്തിട്ട് അടിപൊളി എന്ന് പറയാൻ ഒന്നിനെ വിട്ടിട്ട് ആ ഒരു ക്രോസ് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ക്രോസിലൂടെ ഗോൾ അടിക്കാൻ കഴിയും നോക്കാം. പണിയായി. ഓപ്പോണന്റ് ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. ഹാളണ്ടിനെ വെച്ചാണ്ട് നമുക്കും സ്കോർ ചെയ്യാൻ പറ്റുമോ? ഹാളണ്ടിനെ വെച്ചിട്ട് വീണ്ടും മോൺട്രിച്ച്, ഡിലൈറ്റ്, കാർലോസ്, സെർജിനോ, പിന്നെ ഹാളണ്ട് മിസ്സായി. പിന്നെ സെർജിനോ മിസ്സായി. ഗോൾ കീപ്പർ മുന്നിലേക്ക് ഒന്ന് ഹെഡ് ചെയ്തിട്ടുണ്ട്. ഡിലൈറ്റിന് ഒരു ക്ലിയർ ആണ്. സെർജിനോ, ഹാളണ്ട്, അപ്പൊ നമ്മള് സ്നൈഡറിനെ വെച്ചിട്ട് ഒരു ഗോൾ കൊണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. നെയ്മറിന്റെ ഒരു ബാക്ക് പാസ് ആണ്. വീണ്ടും മൈക്ലോവൻ, അപ്പോ ഡിഡാക്ക് സുന്ദരമായിട്ട് പിടിച്ചിട്ടുണ്ട്. വീണ്ടും ഇതിന്റെ ഒരു ബോൾ ഡിംബലെ ഹാളണ്ടിലേക്ക്. സെർജിനുണ്ട്. ഓപ്പോണന്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗിലാണ്. നമുക്ക് ഡിലേറ്റിനെ മാറ്റിക്കൊണ്ട് അവിടെ നെസ്റ്റനെ ഇറക്കാം. പിന്നെ അതുപോലെ തന്നെ ബില്ലിങ്ങാമിനെ മറക്കി വിടാം. സെർജിനെ നടത്തണം നോക്കാം. സെർജിന്റെ ക്രോസും കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് നോക്കാണ്ട്.
വീണ്ടും സെർജിനോ ഔട്ടിലേക്ക് പോയിട്ടൊരു ക്രോസ് കൊടുക്കട്ടെ. ഓ, നല്ലൊരു ഔട്ടിലേക്ക് പോയിട്ടും അടിപൊളി ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ക്രോസ് സ്പെഷ്യലിസ്റ്റിന്റെ പ്രത്യേകതകൾ. ഔട്ടിലേക്ക് പോയാലും ക്രോസ് കൊടുക്കാൻ ഉഷാറാക്കാൻ ഒരാൾ. ഒരു ത്രോ കൂടി കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗാം, ഹാളണ്ട്, നെയ്മർ, ഇപ്പോൾ ആളെ ഫോൾ വെച്ചിട്ടുണ്ട് അവിടെ. ബെക്കംപൂർ, ബെല്ലിംഗാം, വീണ്ടും നെയ്മർ, മിസ്സായി. ബെല്ലിംഗാം, മോൺട്രിച്ച്, ബോൾ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ മാച്ച് വിജയിച്ചിട്ടുണ്ട്. അത് സെർജിനോനെ വെച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് മാച്ചാണ്. നമ്മള് സെർജിനോനെ വെച്ച് ഒരു മാച്ച് കൂടി കളിച്ചു നോക്കുകയാണ്. ഫസ്റ്റ് മാച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോ സെർജിനോന്റെ ഒരു പാസ്സാണ്. ജോക്കോവിച്ച് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സെർജിനോ ഓവൺ കൊടുത്തു. ഓവൺ ടു സ്റ്റോക്കോവിച്ചാണ്. ഡ്രോഗ്ബ, റോഡ്രിന്റെ കളിക്കാത്ത മാതിരി ലോവേക്ക്. വീണ്ടും ഡിലൈറ്റ് മിസ്സായി. മിസ്സായി. പ്രതീക്ഷിക്കാത്തൊരു ബോളായി അവിടെ. പോസ്റ്റ് കട്ട, മിസ്സായി. ഡ്രോഗ്ബിനെ കൊണ്ട് അടുപ്പിച്ച് നോക്കിയിട്ടുണ്ട് ഒപ്പോണന്റ്. കാർലോസിന് ക്ലിയർ ആണ്. വീണ്ടും യമാല്, റോഡ്രി, കാർലോസ്, നെയ്ഡർ, സെർജിനോക്ക് ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്. സെർജിന്റെ ഒരു ക്രോസ് വീണ്ടും ജഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മാൾഡിനി, അപ്പോൾ വീണ്ടും ഒരു ത്രോ ഇട്ടിട്ടുണ്ട്. സ്നൈഡർ, ജോക്കോവിച്ച്, ബെക്കംപൂറിന്റെ ഒരു ക്രോസ് ആണ്. അതും ഹെഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പണി പാളി. ഹാളണ്ട് നല്ല റണ്ണാണ്, പക്ഷെ അടിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ ഗോളി അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. കാർലോസ് ക്ലിയർ. വീണ്ടും സ്നൈഡറിന്റെ ക്രോസ് പ്രതീക്ഷിക്കാം. യമാൽ വിങ്ങിലൂടെ ഒന്ന് മണ്ടു. യമാൽ സ്നൈഡറിന്റെ പാസ്, പക്ഷെ അത് പാസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. യമാൽ ചോദിച്ച് അടിക്കാൻ കഴിയോ? സെർജിനോ ഒന്ന് പിടിച്ചിട്ടുണ്ട് ബോള്, പക്ഷെ അതും മിസ്സായി. സെർജിനെ കൊടുത്തിട്ടുണ്ട് നമ്മള്. കാർലോസിന്റെ ഒരു വൈഡ് ക്രോസ് ആണ്. വീണ്ടും കാർലോസ്, പക്ഷെ ഓഫ്സൈഡായി. അറിയില്ല.
സെപ്റ്റംബർ മോൺട്രിച്ച് വീണ്ടും. അപ്പൊ അങ്ങനെ ഹാഫ് ആയിട്ടുണ്ട്. ഒരു ഗോളിന് അപ്പോൾ നമ്മൾ മുന്നിലാണ്. ജോക്കോവിച്ച്, സ്നൈഡർ, മോൺട്രിച്ച്, കാർലോസ്, സെർജിനോന്റെ മുന്നിൽ കയറാൻ സമ്മതിക്കില്ല. ഡിബ്രോയിന്, ജമാൽ, ത്രോ ആയിട്ടുണ്ട്. സെപ്റ്റംബറിന്റെ ഒരു ബോളാണ്. ജോക്കോവിച്ച് കിട്ടിയോ? പോളന്റെ പിടിച്ചിട്ടുണ്ട്. റിജീനോ, വെർജിന്റെ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ത്രൂ പാസ്സാണ്. കാർലോസ്, ജോക്കോവിച്ച് ഒന്ന് ഹെഡ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഓ, വിങ്ങിലേക്ക് സ്നൈഡറിന് ഒരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്നൈഡറിന്റെ ക്രോസ് മിസ്സായി. ജോക്കോവിച്ചിന്റെ റണ്ണാണ്. ബോൾ കിട്ടുമോ? ഇല്ല. ഓ, അപ്പൊ നമ്മള് സെർജീനോന്റെ അസിസ്റ്റിൽ ഒരു ഗോൾ കൂടി അടിച്ചിട്ടുണ്ട്. സെർജീനോന്റെ ഒരു ത്രൂ പാസ്സാണ് നടന്നു, പക്ഷെ കുറച്ച് പൊന്തി കണ്ട് വന്നു. ഔട്ട്. നമ്മളെ സ്നൈഡർ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽഡിനി, സെർജീനൊക്കെ ഒരു ബോൾ കൂടി വെച്ചെടുക്കാണ്. മിസ്സായി. കോസ്റ്റ് കട്ട, ജോക്കോവിച്ച്, ഓവൻ. ഓ, വീണ്ടും സ്നൈഡർ, ബെക്കംബോർ, വീണ്ടും മൈക്കിൾ ഓവൻ. അപ്പോ സെർജിനൊക്കെ ഒരു ബോൾ കൂടി വെച്ചെടുത്തിട്ടുണ്ട്. സെർജിന്റെ വീണ്ടും ഒരു ക്രോസ് ആണ്. ഓ, നല്ലൊരു ക്രോസും നല്ലൊരു ഹെഡറുമായി അവിടെ ഗോൾ കീപ്പറെ സേവ് ചെയ്തു. റോബർട്ടോ കാർലോസ്, സെർജിന്റെ വീണ്ടും ഒരു ക്രോസ് ആണ്. യമാലിന് ഒരു ഷോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു പുഷ് വന്നു. ഡോഗ്ബ, യമാൽ, സ്നൈഡർ. അപ്പൊ അങ്ങനെ ഈ ഒരു കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. സെർജിനോന്റെ രണ്ടാമത്തെ അസിസ്റ്റില് 2 അസിസ്റ്റ് ചെയ്തു. 2 അടിപൊളി ക്രോസ് ആണ്. ക്രോസിന്റെ കാര്യത്തിൽ ആള് തിജാണ്. ക്രോസ് സ്പെഷ്യലിസ്റ്റ്. നല്ലൊരു പ്ലേയിങ് സ്റ്റൈൽ ആയിട്ട് ആൾക്ക് കിട്ടി. അപ്പോ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ പ്ലെയറിനെ പറ്റിയിട്ടും ഈ മാച്ചിനെ പറ്റിയിട്ടും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ബെസ്റ്റ് അടിയിലൊന്ന് കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.